രണ്ടാമത്തെ കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ വസ്തുനിഷ്ഠമായി പറഞ്ഞാൽ ഏറ്റവും നന്നായി പ്രവർത്തിച്ച പാർട്ടി മുസ്ലിം ലീഗാണ്. ഞാൻ എപ്പോഴും പറയും, കോൺഗ്രസിന് പോലും ഇത്ര MLA-മാരെ കിട്ടിയതിന് പിന്നിൽ മുസ്ലിം ലീഗിന്റെ അതികഠിനമായ അധ്വാനമുണ്ട്. മലപ്പുറം അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്ട് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട്, ഡിസ്ട്രിക്ട് അല്ല, ബാക്കിയുള്ള ഞാൻ പറയാം അതിന് കാര്യം പറയാം. ലീഗിന് കോൺഗ്രസിന്റെ വോട്ട് അത്ര കിട്ടിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയില്ല. കാരണം ലീഗിന് സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിൽ ലീഗ് ജയിച്ചിട്ടില്ല. അപ്പൊ ഗുരുവായൂർ പോലെയുള്ള മണ്ഡലത്തിലൊക്കെ ലീഗ് തോറ്റിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ വോട്ട് വേണ്ടത്ര ലീഗിന് കിട്ടിയിട്ടില്ല എന്ന് ഞാൻ പറയുള്ളൂ. ജയിക്കാമായിരുന്നു, 1300 വോട്ടേ ഉള്ളൂ. ഗുരുവായൂർ ജയിക്കാമായിരുന്നു. ഞാൻ കോൺഗ്രസ് തോൽപ്പിച്ചു എന്നൊന്നും പറയില്ല, യഥാർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ലീഗ് ജയിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലമായിരുന്നു. മുമ്പ് ജയിച്ചിരുന്നു, ഇപ്പൊ കഴിഞ്ഞ 2-3 തവണയായിട്ട് ജയിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ലീഗിന് അവർക്ക് 22 MLA-മാരുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതിന്റെ ഒരു ഇതുണ്ട്. അതുപോലെ ഇതുണ്ട്, കേരള കോൺഗ്രസ് ഉണ്ട്, CMP ഉണ്ട്. അവരെ എന്തിനാണ് ഈ ഹൈക്കമാൻഡ് കാണാൻ വിളിച്ചത്? അവര് വെറുതെ വന്നതല്ലല്ലോ, ആണോ? അല്ല. അവരെ മുഖ്യമന്ത്രി ആരാവണമെന്ന് തീരുമാനിക്കുന്ന ചർച്ചയിൽ കോൺഗ്രസ് MLA-മാരെ കണ്ടതിന് ശേഷം ലീഗിന്റെ നിയമസഭാ കക്ഷി, കേരള കോൺഗ്രസിന്റെ, CMP-യുടെ, RSP-യുടെ, RMP-യുടെ എല്ലാവരും വിളിച്ചവര്. ഇതിനവർ വിളിച്ചെന്ന് അവർ വിളിക്കണ്ടല്ലോ. ഒരു വെറുതെ ഓടിക്കേറി ചെന്നല്ലോ ഞങ്ങൾക്ക് ഇങ്ങനെ ആവശ്യമുണ്ടെന്ന് പറയാം. ഒരു മുന്നണി മര്യാദയാണ് അവരുടെ കൂടി അഭിപ്രായം എടുക്കുക എന്നത്. അതൊരു മുന്നണിയുടെ പ്രത്യേകതയാണ്. ഇപ്പൊ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവായാലും ഇവരുടെ കൂടി നിയമസഭാ കക്ഷി നേതാവാണ് മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക്, അല്ലെ? പ്രതിപക്ഷ നേതാവാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇന്നലെ ഇപ്പൊ ബിനോയ് വിശ്വം പറഞ്ഞല്ലോ, ഉപനേതാവ് സ്ഥാനം ഞങ്ങൾക്ക് തരുന്നത്.